ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെ പേര് ഏലിയാമ്മയാ. എനിക്ക് 15 വർഷമായി ഷുഗറിന്റെ അസുഖമായിട്ട്. എൻ്റെ കൈ ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ കൈ ഒന്ന് പിന്നെ പഴുത്തിട്ട് സെപ്റ്റിക് ആയിപ്പോയി. ഡോക്ടർ പറഞ്ഞ് മുറിച്ച് കളയണമെന്ന്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അഭിഷേകത്തിന് പ്രോഗ്രാം ഞാൻ എല്ലാ ഞായറാഴ്ച കണ്ടു. എല്ലാ ഞായറാഴ്ച ഈ കൈ മുറിച്ച് നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. നിങ്ങളുടെ കൈ മുറിച്ച് കളയാൻ വേണ്ടി വിഷമം മനസ്സിലാവും. കൈ മുറിച്ച് കളയെന്ന് പറഞ്ഞ മാസം പിന്നെ ചിന്തിച്ചു നോക്കിയതിന് അത് ആ ഒരു വിഷമത്തിൽ വെച്ചിട്ട് ശരിക്കും ഓരോ അഭിഷേകത്തിന് പ്രോഗ്രാം കാണുമ്പോൾ കരഞ്ഞങ്ങോട്ട് പറയും യേശുവേ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ വന്ന അവിടെ തൈലാഭിഷേകം ചെയ്തു. ഈ കൺവെൻഷന് വന്നപ്പോ ഈ ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു എനിക്ക് എന്റെ കൈ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. തൈലാഭിഷേക പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്റെ കൈ മടക്കത്തില്ലായിരുന്നു. കൈ സ്പൂൺ കൊണ്ടൊക്കെ ചോറിട്ടുണ്ട്. കൈ ഇങ്ങനെ വിരലൊന്നും മടക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. ചോറൊക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഉരുളയൊന്നും ഉരുട്ടാൻ പറ്റുന്ന സ്ഥിതി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ ശരിയായിട്ടും കൈ അങ്ങ് മടങ്ങി. അതേ നോക്ക്, കൈ ഒന്ന് മടങ്ങി കാണിച്ചേ. ഇതേ നോക്ക്, മറ്റേ നിങ്ങളുടെ കൈ ഒന്നും മടക്കാൻ പറ്റില്ലായിരുന്നു. കൈ വെള്ളമൊക്കെ സുഖമായിട്ട് നന്നായിട്ട് മടങ്ങണം. ശരിക്കും മടങ്ങി കാണിച്ചേ. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ആ കൈ മുറിച്ച് കളയുക അതെന്താ? അത് പിന്നെ എനിക്ക് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്റെ കൈ മുറിച്ച് കളയരുത്, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. രാത്രിക്ക് അഭിഷേകത്തിന് കണ്ടങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് രാത്രിക്ക് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എന്റെ കൈയുടെ രക്തം എന്റെ കയ്യിലോട്ട് ഒഴുകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അഭിഷേകത്തിന് പ്രോഗ്രാം ടെലിവിഷനിൽ കണ്ടങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് രാത്രിക്ക് നോക്കുമ്പോൾ യേശുവിന്റെ തിരുരക്തം കൈകളിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവം ചേച്ചിക്ക് ഈശോ അങ്ങോട്ട് കൊടുത്ത്. പിറ്റേ ദിവസം എന്തായി കൈയുടെ സ്ഥിതി? മുറിവ് കരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർ പിറ്റേ ദിവസം കണ്ടത്. മുറിച്ച് കളയേണ്ട കൈ ഇതാ സുഖമായിട്ടിരിക്കും. അവന്റെ കൈ വിരൽ മടങ്ങാത്ത സ്ഥിതി ആയിരുന്നു. അത് ഇന്നലെ ഈശോ വന്ന് എല്ലാം ക്ലിയർ ആക്കി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ കൈ പഴുത്തിട്ട് ഒരു വർഷമായിട്ട് മുറിവ് ഉണങ്ങാത്ത സംഗതി എന്ന് ഓർക്കണം. കൈ പഴുത്തിട്ട് മുറിവ് ഉണങ്ങണില്ല. ഷുഗർ 15 വർഷമായിട്ട് ഷുഗറുള്ള ആളാണ്. അതൊന്നും അത്ര എളുപ്പമല്ല. ഈ ഷുഗറിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഈ കൈ മുറിച്ച് കളയല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലെന്ന്. ആണോ? ഒരു ബക്കറ്റ് അമ്മ നഖമൊക്കെ എങ്ങനെയാ? ബേസൻ വെച്ചിട്ടാണ് ഈ പഴുപ്പെല്ലാം കൂടെ എടുത്ത് ഒരു ബക്കറ്റ് പഴുപ്പ് പോയിട്ടുണ്ടാവും. പറയണം നിസ്സാരമല്ല, നിങ്ങൾ വിചാരിക്കണവരല്ലാതെ. ഡോക്ടറിന്റെ കൈയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥ, അത്രയും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഈ കയ്യിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവർ പറഞ്ഞപ്പോഴൊന്നും എല്ലൊന്നും പറയാൻ പറ്റിയില്ല. ഈ കയ്യിൽ നിന്ന് അങ്ങനെ അത്രയും മാരകമായ മുറിവായിരുന്നു ഈ കയ്യിലുണ്ടായിരുന്നത്. ഒരു ബക്കറ്റ് പഴുപ്പ് തന്നെ ഒരുപാട് പഴുപ്പുണ്ടായിരുന്ന അത്രയും പഴുപ്പൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. മുറിവാണെങ്കിൽ കൈ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു മുറിച്ച് കളഞ്ഞ ഏർപ്പാട് വേണ്ട, മുറിക്കാൻ പാടില്ലെന്ന് അമ്മച്ചി കണ്ടിപ്പായി പറഞ്ഞു. അതിനുശേഷം അഭിഷേകത്തിന്റെ സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ രാത്രിക്ക് തിരുരക്തം ഈ കയ്യിലേക്ക് ഒഴുകുന്നൊരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം നേരെ വെളുത്ത ഡോക്ടർമാർ വന്ന് കൈ കെട്ടഴിച്ച് നോക്കുമ്പം കരിഞ്ഞുണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ കൈക്ക് വേണ്ടി ഇപ്പോൾ വല്ല ഓപ്പറേഷനോ മുറിവോ വല്ല മുറുക്കി വല്ലതും ചെയ്തോ ഒന്നുമില്ല. അതേ കൈയായിട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കൈ ഒന്നുകൂടെ മടക്കി കാണിച്ചേ. യേശു വന്ന് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഒരു വലിയൊരു കൂട്ടായ്മയാണിത്. ഈ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അഭിഷേകാഗ്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കുട്ടികൾ. തീരെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും. പിന്നെ വിദ്യാർത്ഥിനികൾ അവരെല്ലാ രാജ്യങ്ങളിലിരുന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണയില്ലാത്ത വിദ്യാർത്ഥിനികളെ ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണിത്. അതുപോലെ രോഗികളെ ഈശോ വാത്സല്യത്തോടെ വാരി പുണർന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ്
പലസ്തീന രാജ്യത്ത് എങ്ങനെ മനസ്സലിവോടെ പാവപ്പെട്ട മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈശോ ഇടപെട്ടോ അതുപോലെ ഇടപെടുന്ന സമയമാണിത്. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നല്ല ഉണർവോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുലിഖിതം, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഭക്തിയോടെ പ്രാർത്ഥിക്കണം. കൈകൾ കൂപ്പി ഒത്തിരി കുടുംബങ്ങളിൽ മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നല്ല കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാൻ പറയുമ്പോൾ ഉറക്കെ സ്തുതിക്കണം. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഈ ഭവനങ്ങളെ അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണമേ. ഇടപെടണമേ, ഇടപെടണമേ, ഇടപെടണമേ. ഓ എന്റെ ദൈവമേ, അങ്ങയുടെ ആത്മാവിപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ മഹത്വത്തിന്റെ രാജാവേ, ഓ സർവശക്തനെ, നിലവിളി കേൾക്കുന്നവനെ, മനസ്സലിവുള്ളവനെ, ഇന്ന് വരെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അങ്ങയുടെ ജനത്തോട് സംസാരിച്ചവനെ, ഈ രാത്രി ഇടപെടണമേ. കുടുംബങ്ങളെ സന്ദർശിക്കണമേ, സ്പർശിക്കണമേ, രോഗികളെ എഴുന്നേൽപ്പിക്കണമേ, ദുഃഖഭാരങ്ങൾ എടുത്തു മാറ്റണമേ, സകല കുടുംബങ്ങളുടെ അന്ധകാര ആവരണങ്ങളെ തുടച്ചു നീക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ വഷളത്വങ്ങളും മാറട്ടെ കർത്താവേ. മല്ലടിക്കുന്ന പ്രവൃത്തികൾ മാറിപ്പോട്ടെ കർത്താവേ. എതിർപ്പിന്റെ അരുവി വിട്ടുപോട്ടെ കർത്താവേ. സർവ പൈശാചിക ശാസിക്കുന്നു, സർവ അന്ധകാരത്തെ ബന്ധിക്കുന്നു. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന ദുരാത്മാവെ വിട്ടുപോവുക. കുട്ടികളെയും രോഗികളെയും ശല്യം ചെയ്യുന്ന ദുരാത്മ പീഡകളെ ഇന്നിതാ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഇപ്പോൾ ഇവരെ തുടരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കുറ്റം പറഞ്ഞ് ചിരിക്കരുത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. വചനം നമുക്കൊന്നേറ്റ് പറയാം. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? അഹങ്കാരി. അവിടെ 2-3 വാക്കുകൾ ശ്രദ്ധിക്കുന്നു. 1 അഹങ്കാരി, 2 പരിഹാസം, 3 ദൂഷണം. ദൂഷണം. ഇന്ന് ദൂഷണം എന്ന ആ ഒരു വാക്കാണ് നാം വിശകലനം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ദൂഷണം, പരദൂഷണം. എന്താ അതിന്റെ അർത്ഥം? ദൂഷണം, കുറ്റം പറയുക, ദുഷിക്കുക, കുറ്റമൊക്കെ പറയുക, വേറൊരാളുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുക, അതാണ് ദൂഷണം പറയുക. പരദൂഷണം, മറ്റൊരാളുടെ കുറ്റം പറയുക. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന്, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് വേറെ അവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം പറയുക. അങ്ങനെ കുറ്റം പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചിരിക്കാനുള്ള വക കിട്ടും, കുറച്ച് സന്തോഷം, കുറച്ച് ചിരി. അങ്ങനെ ഒരു രീതി നിരവധി ക്രിസ്തീയ മക്കളെ നശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് കണ്ണുനീര് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വട്ടം കൂടിയിരിക്കുക, ചായക്കട വട്ടം കൂടിയിരിക്കുക. ഒരു പ്രദേശത്തെ പരിചയമുള്ളവര്, വളരെ ഹൃദയത്തിന്റെ അടുപ്പമുള്ളവരാണ് ഈ പാപത്തിൽ അധികം വീഴുക. കോൺവെന്റിൽ ഇങ്ങനെ ഇരിക്കുക, അതുമല്ലെങ്കിൽ ചായക്കട ഇങ്ങനെ ഇരിക്കുക, അതുമല്ലെങ്കിൽ സിനിമ തിയേറ്റർ ഇങ്ങനെ പൊതു സമ്മേളന സ്ഥലങ്ങളിൽ ഇരിക്കുക.
അല്ലെങ്കിൽ പള്ളിമുറ്റത്ത് നിൽക്കുക, വട്ടം കൂടി നിൽക്കുക, എന്നിട്ട് വേറെ അവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം അങ്ങോട്ട് പറയുക, അങ്ങോട്ട് സന്തോഷിക്കുക, അതങ്ങോട്ട് പറഞ്ഞ രസിക്കുക. അങ്ങനെ കുറ്റം പറഞ്ഞ് ചിരിക്കുന്ന, കുറ്റം പറഞ്ഞ് രസിക്കുന്ന, കുറ്റം പറഞ്ഞ് അതിൽ ഗൂഢമായ ഒരു സന്തോഷം കണ്ടെത്തുന്ന പ്രകൃതം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് വൈദികരെയും സിസ്റ്റേഴ്സിനെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സർവ്വ മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്യാൻസർ രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ ഒരു മാരക തിന്മയെ ഞാനും നിങ്ങൾ ഭയപ്പെടണം. കാരണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ ഇതാ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ആ ഇടവകയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, അച്ഛാ, നമ്മുടെ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ രോഗാവസ്ഥയിലാണ്, കഠിന രോഗാവസ്ഥയിലാണ്, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ചിത്രം പോണില്ല. ഈ തൊണ്ടയെല്ലാം ക്യാൻസർ വന്ന് നിറഞ്ഞിരിക്കുക, തൊണ്ടയും ഈ ഭാഗമെല്ലാം ക്യാൻസർ വന്ന് നിറഞ്ഞിരിക്കുക. മിണ്ടാൻ പറ്റുന്നില്ല. എന്നെ കാണുമ്പം ചിരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയണമെന്നുണ്ട്, പറയാൻ പറ്റില്ല. ആ കണ്ണുകളിൽ എനിക്ക് അതെല്ലാം കാണാൻ പറ്റും, എന്നാൽ വാ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് വിഷമായി. കാരണം ഇന്ന് വരെ ഞാൻ വാസ്തവം പറഞ്ഞ അങ്ങനത്തെ ഒരു വേദനയുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. കണ്ണുകളിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വാ ഇങ്ങനെ ഇരിക്കുക, വേദന കൊണ്ട് പൊളയുന്നൊരു മനുഷ്യൻ. ഇടയ്ക്കിടയ്ക്ക് എന്ത് സാധനം അടിച്ച് അങ്ങനെ വേദന ഇല്ലാതാക്കാൻ വേണ്ടി വേദന സംഹാരി കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തിരിച്ചു പോരുമ്പം ആ ഇടവകയിലെ ജനങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ, ഈ മനുഷ്യനൊരു ചരിത്രമുണ്ട്. ഈ മനുഷ്യന്റെ മകൾ ഒരു കാറ്റഗിസം ടീച്ചറാണ്. സ്വന്തം മകളെ വെച്ച് വികാരിയച്ഛനെ കുറിച്ച് ഒരുപാട് ദൂഷണം പറഞ്ഞ് വഷളത്വം കാണിച്ച് നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് വർഷങ്ങൾക്ക് മുമ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ വളരെ വേദനിച്ചു. ഒന്നാം മനുഷ്യന്റെ വേദന, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടന്നു പോകുന്ന ആ യാതനകൾ നമുക്ക് അറിയാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു, ഒരു കുറ്റം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമോ? ഒരു കുറ്റം പറഞ്ഞു വിചാരിച്ച് ദൈവം ശിക്ഷിക്കോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ശിക്ഷിക്കുന്നതല്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഒരു താക്കീത് തന്നിരിക്കുകയാണ്. നിങ്ങൾ കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറഞ്ഞ് ആഹ്ലാദിക്കരുത്, കുറ്റം പറഞ്ഞ് സന്തോഷിക്കരുത്, കുറ്റം പറഞ്ഞ് രസിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, പ്രതികാരം സിംഹത്തെ പോലെ നിനക്കായി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഒക്കെ നമുക്ക് വിചാരിക്കും നമുക്ക് ആളുണ്ട്, നമ്മൾ വലിയ ആളാണ്, നമ്മൾ എല്ലാത്തിനും നേതാവാണ്, നമ്മുടെ കൂട്ടത്തിൽ എല്ലാം ഉണ്ട്, നമുക്കൊരു കുഴപ്പം വരാൻ പോണില്ല, ഒന്നും നമ്മളെ ബാധിക്കില്ല, ടൈറ്റാനിക് കപ്പൽ പോലെയാണ് നമ്മുടെ ജീവിതം എന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മക്കളെ, ഇതെല്ലാം പെട്ടെന്ന് ക്ഷണനേരം കൊണ്ട് ചിന്ന ഭിന്നമായി തവിടുപൊടിയായി കുത്തൊഴുക്കിൽ കെട്ടഴിഞ്ഞ ചങ്ങാടത്തിന്റെ പലകകളും കഷ്ണങ്ങളും ചെതറിക്കിടക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ നാനാവിധമായി കിടക്കുമ്പോൾ അന്ന് ചങ്കത്ത് കൈവച്ച് വേദനയോടെ ഓർക്കുന്നൊരു നിമിഷം വരും. അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു, അന്ന് അങ്ങനത്തെ രീതികൾക്ക് പോകണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെയും വലിയ വേദനയുടെ ഒരു അന്തരീക്ഷത്തിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പരിഹാസവും ദൂഷണവും നീ സൂക്ഷിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ പ്രതികാരം സിംഹത്തെ പോലെ നിനക്കായി കാത്തിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോൾ ഒരുപാട് പേരെ കുറിച്ച് ബൈബിളിൽ തന്നെ ആളുകൾ ദൂഷണം പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഈശോയെ കുറിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ജാരസന്തതിയുടെ അപ്പൻ ആരാന്ന് അറിയാൻ പാടില്ലെന്ന്, ജാരസന്തതി എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിക്കുക. യേശു നല്ല ശക്തിയായി തീ ശുശ്രൂഷ ചെയ്തു വരികയാണ്.
വളരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ യേശുവിനെ ഇകഴ്ത്താൻ വേണ്ടി യേശുവിന് ചുറ്റുമുള്ളവര് യേശുവിനെ കുറിച്ച് ദുഷിവാക്കുകൾ പറയുക, യേശുവിനെ കുറിച്ച് കുറ്റം പറയുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 48-ഉം 49-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 48-49 തിരുലിഖിതം പറയുകയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ദൈവത്തിന്റെ ജനത്തോട് യേശു നേരിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, നിങ്ങൾ എന്നെ മോക്ക് ചെയ്യുന്നു, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. എങ്ങനെ അപമാനിക്കുന്നത്? നീ ഒരു സമരിയാക്കാരൻ, നിനക്ക് പിശാചുണ്ട്, നീ ജാരസന്തതി, ഇങ്ങനെയുള്ള ഒരുപാട് മ്ലേച്ഛമായ കാര്യങ്ങൾ ആരോപിച്ച് യേശുവിനെ അപമാനിക്കുക. യേശുവിന് അത് ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. നാം കുറ്റം പറയുമ്പോൾ, നാം ദൂഷണങ്ങൾ പറയുമ്പോൾ ലോകത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു സമൂഹം അപമാനിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ, നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഗ്രൂപ്പിലിരുന്ന് കുറ്റം പറയുമ്പോൾ, നമ്മുടെ സങ്കേതങ്ങളിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ, നമ്മുടെ സമ്മേളനങ്ങളിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ ലോകത്തിലൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ദുഷിക്കപ്പെടുകയാണ്, അവർ അപമാനിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 18-ാം അധ്യായം 6-ാം വാക്യം മറ്റൊരു രംഗം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയിലെത്തി. അവിടെ ഒരു രംഗമുണ്ടായി. ഈ പൗലോസ് ശ്ലീഹായെ അവരങ്ങോട്ട് ദൂഷണം കൊണ്ട് മൂടി. അങ്ങനെ മൂടിയ സമയത്ത് പൗലോസിലേക്ക് വേദനയുണ്ടായി. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. അതുപോലെ പൗലോസിലേക്ക് വിഷമമുണ്ടായി. ഉടനെ പൗലോസിലേക്ക് എന്താ ചെയ്തത്? അതാണ് 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ നിപതിക്കട്ടെ. ഞാൻ നിരപരാധനാണ്, ഇനി ഞാൻ വിജാതിയുടെ അടുക്കലേക്ക് പോവുകയാണ്. നമുക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് വേദനിച്ച് പറയുക. ഒരു ശ്ലീഹായെ ഇതേമാതിരി കുറ്റം വിധിക്കുക. പൗലോസ് ശ്ലീഹായ്ക്കെതിരെ അവർ ഒരുപാട് ദൂഷണങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ആ ശ്ലീഹായുടെ മനസ്സിനെ അങ്ങോട്ട് വേദനിപ്പിച്ച് കിംവദന്തികളൊക്കെ പറയുക, ദൂഷണം പറയുക. ഇതൊരു നിസ്സാര സംഗതിയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ മനസ്സ് വേദനിച്ച് വസ്ത്രമെടുത്ത് കുടഞ്ഞിട്ട് പറയാണ്, ഈ രക്തം നിങ്ങളുടെ തലയിൽ തന്നെ പതിക്കട്ടെ. എന്നിട്ട് പറയാണ്, ഇതാ വിജാതിയുടെ അടുക്കലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് വേദനിക്കും. കിംവദന്തികൾ, അപവാദങ്ങൾ, കുറ്റം പറഞ്ഞു പരത്തുക, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നാറ്റിക്കുക. ഒരു കമ്പ്യൂട്ടറോ ഇമെയിലോ അറിയാമെങ്കിൽ എന്തിനാ നിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്? എന്തിനാ ദൈവം നിനക്ക് ബുദ്ധി തന്നത്? എന്തിനാ നിന്റെ ദൈവം നിന്നെ വിദ്യാഭ്യാസം തന്നത്? ഇമെയിൽ അയച്ച് മറ്റുള്ളവരെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടിയോ? ഫേസ്ബുക്കിലും ട്വിറ്ററിലും സോഷ്യൽ മീഡിയാസിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനൊരു മാനദണ്ഡം വേണ്ടേ? നീ എഴുതിയ ഇമെയിലുകളും നീ അയച്ച ഇടപെടലുകളും ഓരോ കാര്യങ്ങളും വഴി എത്രയോ പേരുടെ മനസ്സ് ഈ ലോകത്തിൽ മുറിഞ്ഞിട്ടുണ്ട്, എത്രയോ പേരുടെ ഹൃദയം നൊന്നിട്ടുണ്ട്, എത്രയോ പേര് ഈ രക്തം ഇവന്റെ തലയിൽ പതിക്കട്ടെ എന്ന് പറയാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയ ദൈവവൈതലേ, ഇതൊക്കെ നിസ്സാരമായി പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതാ പ്രതികാരം സിംഹത്തെ പോലെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. അവിടെ മറ്റൊരു രംഗം നമ്മൾ കാണുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വലിയൊരു കപ്പൽ അവിടെ എല്ലാം കഴിഞ്ഞ് ആളുകൾ ഒരു വിധത്തിൽ കരയിലെത്തിച്ചേർന്നു. മാൾട്ട ദ്വീപിലെത്തിയ സമൂഹം. അങ്ങനെ കൊടും തണുപ്പ്. അവർ കുറച്ച് ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീ കായാൻ വേണ്ടി പോവുകയാണ്. 3-4 വാക്യങ്ങളിൽ ഒരു രംഗമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു. അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കൊലപാതകയാണെന്നത് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാഹചര്യം ഉടനെ തന്നെ ദൂഷണം പറയാൻ തുടങ്ങുക.
നമുക്ക് ഉള്ളിൽ ദുഷ്ടത കിടക്കുമ്പോൾ, ഒരു സങ്കീർണ സാഹചര്യം വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ, ഒരു തിന്മ വരുമ്പോൾ ഉടനെ ദൂഷണങ്ങൾ അവരുടെ നേരെ അഴിച്ചുവിടുക. ഈ മനുഷ്യൻ കൊലപാതകി, ഈ മനുഷ്യൻ ദൈവകൃപയില്ലാത്തവൻ, ഈ മനുഷ്യൻ ദുഷ്ടൻ, ഇവൻ നീചൻ, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് തിന്മ നിരൂപിക്കുക, തിന്മ പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുറ്റം പറയരുത്, കുറ്റം ആരോപിക്കരുത് എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനൊരു ഹരമുണ്ട്, അത് വേണ്ട എന്ന് തീരുമാനം എടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 16 വരെ വാക്യങ്ങൾ, അവിടെ മിറിയാമും അഹ്റോനും കൂടി ഇരുന്ന് മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മോശയുടെ കുറ്റം പറയുകയാണ്. അതിന്റെ പ്രത്യാഘാതം എന്താണ്? ഈ മിറിയാം 7 ദിവസം കുഷ്ഠം പിടിച്ച് ചെറിയ കുട്ടികളുടെ ശരീരം അളിഞ്ഞിരിക്കുന്നത് മാതിരി അവൾ അങ്ങനെ 7 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കേണ്ടി വന്നു എന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കുടുംബങ്ങളിലേക്ക് കൃപ ചൊരിയണ കർത്താവേ, ഈ കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യണ കർത്താവേ, തെളിഞ്ഞ കൃപ നൽകണ കർത്താവേ, എല്ലാ ദൂഷണ സ്വഭാവങ്ങളും കുടുംബത്തിൽ കഴുകി കളയണമേ കർത്താവേ, സർവ്വ തിന്മകളെ കഴുകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കുട്ടികളെ രക്ഷിക്കണമേ കർത്താവേ, യുവതിവാക്കന്മാരെ രക്ഷിക്കണമേ കർത്താവേ, മാതാപിതാക്കന്മാരെ രക്ഷിക്കണമേ കർത്താവേ, സമൂഹങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി പിശാച് നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ. ഹല്ലേലൂയ. Hallelujah. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. Hallelujah. 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 യേശുവേ, ആരാധന, 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 ആരാധന. Hallelujah. 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 യേശുവേ, ഉള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ
സ്നേഹപാരമ്യമേ